UAE വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ മലയാളി യുവാവിന് 11.5 കോടി രൂപയുടെ നഷ്ടപരിഹാരം. അലൈനിലുണ്ടായ അപകടത്തിൽ ശരീരം തളർന്നുപോയ മലപ്പുറം കൂരാട് സ്വദേശി ഷിഫിനാണ് UAE ഫെഡറൽ സുപ്രീം കോടതി 50 ലക്ഷം ദിർഹം നഷ്ടപരിഹാരം വിധിച്ചത്. വാഹനാപകട കേസിൽ UAE മലയാളിക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന നഷ്ടപരിഹാര തുകയാണിതെന്ന് അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി. 2022 മാർച്ച് 26-നാണ് അലൈനിൽ ഗ്രോസറി ജീവനക്കാരനായിരുന്ന ഷിഫിന് വാഹനാപകടത്തിൽ പരിക്കേൽക്കുന്നത്. ഇടിച്ചിട്ട് സ്വദേശിയുടെ വാഹനം നിർത്താതെ പോയി. ദേഹമാസകലം തളർന്നുപോയ ഈ 22-കാരൻ അലൈനിലും അബുദാബിയിലും നാട്ടിലുമായി 2.5 വർഷത്തോളമായി ചികിത്സയിലാണ്. മകനെ ശുശ്രൂഷിക്കാൻ സൗദിയിലായിരുന്ന പിതാവ് ജോലി ഉപേക്ഷിച്ച് പോരേണ്ടി വന്നു. ലഭിച്ച 11.5 കോടി കൊണ്ട് മകന് മികച്ച ചികിത്സ നൽകണമെന്ന് ആഗ്രഹിക്കുകയാണ് ഈ മാതാപിതാക്കൾ. വിധി വന്നപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് സന്തോഷം ഇല്ല എന്ന് പറയണില്ല, സന്തോഷം ഉണ്ടാവണം. പിന്നെ നമ്മളെ മോൻ്റെ അവസ്ഥ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല, അതാണ് നമുക്ക് പറയാല്ല കാര്യമായിട്ട്. മോനെ എണീക്കണം, അപ്പോഴേ നമുക്ക് സന്തോഷം ഉണ്ടാവും. മോനൊന്ന് ഉമ്മാന്ന് വിളിച്ചിരിക്കാൻ മതി. ആര് വേണം തുടർ ചികിത്സയ്ക്ക് ഒരു വലിയ ആശ്വാസമല്ലേ ഇത്? ഏത് രീതിയിലാണ് ചികിത്സ? ഞങ്ങൾ ചികിത്സ അവനെന്താ ചികിത്സ വേണ്ടത് അവിടേക്ക് കൊണ്ടുപോകും. അവൻ്റെ ചികിത്സക്ക് ഇപ്പോൾ അത്രയും പൈസ കിട്ടാറുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു ഇതാണ്. വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് ഇപ്പോൾ ഇവിടേക്ക് വന്നേക്കാവും. കേസൊക്കെ ക്ലോസ് ചെയ്ത് ഇത്രയും പൈസ ഇട്ട് ഞങ്ങളെ കൊണ്ട് പോകാൻ അത്രയും വലിയൊരു ചികിത്സക്കൊന്നും കഴിയാത്ത ആൾക്കാരല്ലേ. അതിൽ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഷാർജയിലെ ഫ്രാൻഗൾഫ് എന്ന നിയമസ്ഥാപനമാണ് ഷെഫിന്റെ കേസ് ഏറ്റെടുത്ത് നിയമ പോരാട്ടത്തിന് കുടുംബത്തിനൊപ്പം നിന്നത്. ഒരു മലയാളിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ UAE ആക്സിഡന്റ് കോമ്പൻസേഷൻ ആണെന്നുള്ളതാണ്. പ്രധാനമായിട്ട് അവൻ്റെ പ്രായമാണ്. കാരണം ഒരു നല്ലൊരു ഫിറ്റ്നസ് ഉള്ള ഒരാൾ അവൻ്റെ ഈ പ്രായം കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രയും ഒരു അച്ചീവ്മെന്റിലേക്ക് പോകാൻ പറ്റുന്നത്. പിന്നെ അവനൊരു ഏണിംഗ് മെമ്പറാണ്. പിന്നീട് ഈ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട്. കീഴ്ക്കോടതി 2.5 മില്യൺ ദിർഹം ആദ്യം നഷ്ടപരിഹാരം വിധിച്ചെങ്കിലും ഷെഫിന്റെ പ്രായവും തുടർ ചികിത്സയുടെ ആവശ്യവും കണക്കിലെടുത്ത് അപ്പീൽ നൽകുകയായിരുന്നു. ഇതേ തുടർന്നാണ് സുപ്രീം കോടതി നഷ്ടപരിഹാര തുക 5 മില്യൺ ദിർഹമാക്കി വർദ്ധിപ്പിച്ചത്. വാർത്താസമ്മേളനത്തിൽ നഷ്ടപരിഹാര തുകയുടെ ചെക്ക് ഫ്രാൻഗൾഫ് അധികൃതർ കൈമാറി. അഭിഭാഷകരായ ഈസ അനീസ്, ഫരീദ് അൽ ഹസൻ, UC അബ്ദുള്ള, CEO മുഹമ്മദ് ഫാസിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്.